നമ്മളിതുവരെ 7 ഷോർട്ട് റൺ കോസ്റ്റുകളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് വേരി ചെയ്യുമ്പോൾ കോസ്റ്റിലുണ്ടാകുന്ന മാറ്റം, ആ ഷോർട്ട് റൺ കോസ്റ്റിന് 7 കോൺസെപ്റ്റിലൂടെ പഠിച്ചു. ഏതൊക്കെയാണ്? TFC, TVC, TC, then AFC, ABC, AC and then MC. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കോസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. TFCയും TVCയും TCയും ഒക്കെ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ AFCയിൽ നിന്ന് TFC കണ്ടുപിടിക്കാൻ സാധ്യതകൾ വരാം. MCയിൽ നിന്ന് TVC കണ്ടുപിടിച്ച് ബാക്കി കോസ്റ്റുകൾ കണ്ടുപിടിക്കുന്ന ആസ്പെക്റ്റുകൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇതുമായി ബന്ധമുള്ള മറ്റ് ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. AC, ABC, MC ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് അടുത്തായിട്ട് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. Now we are going to study the relationship between AC, ABC and MC. നമുക്കറിയാമല്ലോ AVC, AC, MC എന്നിവയുടെ ഷേപ്പ് എന്താണ്? എല്ലാം എന്ത് ഷേപ്പാണ്? യു ഷേപ്പാണ് അല്ലേ? അപ്പോൾ അവ നമ്മൾ ഒരു ഒറ്റ ഗ്രാഫിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. AC, ABC, MC. ആദ്യം നമ്മൾ AC കർവ് വരയ്ക്കുന്നു. AC കർവ് ഇസ് യു ഷേപ്പ് കർവ്. അടുത്ത ABC ആണ്. അത് വരയ്ക്കേണ്ടത് ACയിൽ നിന്നും അല്പം അകലെയായി ആരംഭിക്കുകയും എന്നിട്ട് ഇതേപോലെ ACയോട് ചേർന്ന് പോകുന്ന കർവായിട്ട് വേണം വരയ്ക്കാൻ. ഇതിനെ നമുക്ക് SAC എന്നും പറയാം. ACയെ നമുക്ക് SAC എന്നും പറയാം. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്നും പറയാം. നോക്കൂ, ഇതിനൊരു മിനിമം പോയിന്റുകളുണ്ട്. ACക്കും ഒരു മിനിമം പോയിന്റ് ഉണ്ട്, ABCക്കും ഒരു മിനിമം പോയിന്റ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം AC is equal to AFC പ്ലസ് ABC ആണ്. അതായത് ബിഹേവിയർ ഓഫ് AC ഡിപ്പെൻഡ്സ് ഓൺ ദ ബിഹേവിയർ ഓഫ് AFC ആൻഡ് ABC ആണ്. AFCയുടെയും ABCയുടെയും മാറ്റത്തിൻ്റെ നിരക്കിൻ്റെ ബേസിലായിരിക്കും ACക്ക് മാറ്റമുണ്ടാകുക. ACയും ABCയും കുറഞ്ഞ് മിനിമത്തിലെത്തി കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു AFC ഫാക്ടറുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നമുക്ക് എക്സാമിൻ ചെയ്ത് ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ നമ്മൾ കണ്ടതാണ് ABC കുറയുകയാണ്, AFCയും എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ്. അപ്പോൾ ഇതിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ആകത്തുക ആയ AC ഉറപ്പായിട്ടും കുറയും. അപ്പോൾ ഇനിഷ്യലി ബോത്ത് ABC ആൻഡ് AFC ഫോൾസ്, സോ AC ഡെഫിനറ്റ്ലി ഫോൾസ്. അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ രണ്ടും കുറയുന്നതുകൊണ്ട് ACയും ABCയും കുറയുകയാണ്, AC കുറയുകയാണ്. ഒരു നിശ്ചിത ഔട്ട്പുട്ട് കഴിഞ്ഞാൽ ഈ പോയിന്റിന് താഴെയുള്ള ഔട്ട്പുട്ടിൽ ABC മിനിമത്തിലത് കൂടാൻ തുടങ്ങുകയാണ്. അപ്പോഴും ഈ ഔട്ട്പുട്ടിന് നേരെ വരുന്ന AC എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ABC കൂടാൻ തുടങ്ങുമ്പോൾ AC അപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിനിമത്തിൽ കൂടാൻ തുടങ്ങുമ്പോൾ AC അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ AFC എപ്പോഴും കുറയുകയാണല്ലോ. കൂടാതെ ABCയുടെ വർധനവിനെ ആര് മറികടക്കുന്നു? AFCയുടെ കുറവ് മറികടക്കുന്നു. അതുകൊണ്ടാണ് ഒരു നിശ്ചിത ഔട്ട്പുട്ട് കഴിഞ്ഞാൽ AC കണ്ടിന്യൂസ് ടു ഫോൾ ആണ്. ഇതിന് കാരണം ഫോൾ ഇൻ AFC ഈസ് ഗ്രേറ്റർ ദാൻ റൈസ് ഇൻ ABC. അങ്ങനെ AC കുറയുന്നു, ABC കൂടുന്നു. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത ഔട്ട്പുട്ട് ലെവൽ കഴിഞ്ഞാൽ AC കൂടാൻ തുടങ്ങും. കാരണം ആ സ്റ്റേജിലും ABC കൂടുകയാണ്, AFC കുറയുകയാണ്. പക്ഷേ AFCയുടെ കുറവിനെ ആര് ഓവർകം ചെയ്യും? ABCയുടെ വർധനവ് ഓവർകം ചെയ്യും. അതിനാൽ AC കൂടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് റൈസ് ഇൻ ABC ഗ്രേറ്റർ ദാൻ ഫോൾ ഇൻ AC ആണ്. ഇനിഷ്യലി both ABC and AFC falls, so AC falls. After a certain level of output, ABC starts rising, but AFC continues to fall. The fall in AFC is greater than rise in ABC, so AC continues to fall. Beyond a certain level of output, ABC rises, AFC falls, but the rise in ABC is greater than fall in AFC, so AC rises. ഇതാണ് പ്രാരംഭമായി AC-ABC ബന്ധത്തിൽ പഠിക്കാനുള്ളത്. അടുത്തതായി മനസ്സിലാക്കേണ്ടത് ABC കർവ് അപ്രോച്ചസ് AC കർവ്. അസിംപ്റ്റോട്ടിക്കലി ACയോട് ചേർന്ന് പോകുന്ന കർവായിട്ട് മാത്രമേ വരയ്ക്കാവൂ. സെക്കൻഡ് പോയിന്റ്.
തേർഡ് പോയിന്റ്, മിനിമം പോയിന്റ് ഓഫ് എ സി ഒക്കേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ദ മിനിമം പോയിന്റ് ഓഫ് എ ബി സി. എ ബി സിയുടെ മിനിമം പോയിന്റിന് വലതുവശത്തായിരിക്കും ആരുടെ മിനിമം പോയിന്റ്? എ സിയുടെ മിനിമം പോയിന്റ്. നമ്മൾ എം സി കർവ് വരച്ചില്ലല്ലോ, എം സി യു ഷേപ്പ് കർവ് ആണല്ലോ. ആ എം സി കർവ് എ ബി സിയുടെയും എ സിയുടെയും മിനിമം പോയിന്റിലൂടെ വേണം ടച്ച് ചെയ്ത് മുമ്പോട്ട് പോകാൻ. ദിസ് ഈസ് ദ എസ് എം സി കർവ്, മാർജിനൽ കോസ്റ്റ് ഓർ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. സോ എസ് എം സി കർവ് ടച്ചസ് ദി എ ബി സി ആൻഡ് എ സി അറ്റ് ദെയർ മിനിമം പോയിന്റ്സ്. ഈ രീതിയിൽ വേണം എ ബി സി, എ സി, എം സി കർവുകൾ വരയ്ക്കാൻ. ഇനി ഇതിനകത്തൊരു എ എഫ് സി കർവ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, പുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ല എങ്കിലും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ റെക്ടാങ്കിൾ ഹൈപ്പർബോളയായിട്ട് എ എഫ് സി കർവ് നമുക്ക് കാണിക്കാം. അങ്ങനെ കാണിക്കും. ഇത് എല്ലാം കൂടെ ചേരുന്നതായിരിക്കും ഷോർട്ട് റണ്ണിലെ ആവറേജ് കോസ്റ്റ് കർവുകളും മാർജിനൽ കോസ്റ്റ് കർവുകളും ഒറ്റ ഡയഗ്രത്തിൽ വന്നാൽ ഉള്ള പ്രസൻറ്റേഷൻ ഇങ്ങനെയായിരിക്കും. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബി സി ആൻഡ് എം സി. എ ബി സിയും എം സിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ ഔട്ട്പുട്ട് എക്സ് ആക്സിസിൽ എടുക്കുന്നു, വൈ ആക്സിസിൽ എ ബി സി ആൻഡ് എം സി എടുക്കുന്നു. നമുക്ക് ആദ്യം ഒന്ന് എ ബി സി വരയ്ക്കാം. ഇതാണ് എ ബി സി കർവ്. അപ്പോൾ എ ബി സി കുറഞ്ഞ് മിനിമത്തിലെത്തി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നേരെയുള്ള ഔട്ട്പുട്ട് ക്യൂ സീറോ ആണെന്ന് സങ്കല്പിച്ചാൽ ക്യൂ സീറോയ്ക്ക് ലെഫ്റ്റ് പോർഷനിൽ, ലെഫ്റ്റിലുള്ള ഔട്ട്പുട്ട് ലെവലിൽ എ ബി സി കുറയുകയാണ്. എ ബി സി ഫോൾസ്. മിനിമം പോയിന്റിൽ ക്യൂ സീറോ ഔട്ട്പുട്ടിൽ എ ബി സി എന്തായി മാറുന്നു? എ ബി സി റീച്ചസ് മിനിമം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നും പറയാം. ടു ദ റൈറ്റ് ഓഫ് ക്യൂ സീറോ, ക്യൂ സീറോയ്ക്ക് വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ എ ബി സി എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. ഇതിന് വലത്തേക്ക് പോയാൽ എ ബി സി റൈസസ്. അപ്പോൾ ഇവിടെ എ ബി സിയുടെ മാറ്റം ക്യൂ സീറോ ഔട്ട്പുട്ടിൽ മിനിമത്തിലെത്തി ഇടതുവശത്ത് കുറഞ്ഞ് വലതുവശത്താകുമ്പോൾ കൂടുകയാണ്. ഇനി നമുക്ക് എം സി കർവ് കൊണ്ടുവരാം. എം സി കർവ് എ ബി സിയുടെ മിനിമം പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകണം. ഇനി റിലേഷൻഷിപ്പ് നോക്കൂ. ഇവിടെ എ ബി സി കുറയുകയാണെന്നാണല്ലോ പറഞ്ഞത്. ആ കുറയുന്ന ഭാഗത്ത് എം സിയുടെ പൊസിഷൻ നോക്കൂ. എം സി ലെസ് ദാൻ എ ബി സി ആണ്. എ ബി സിയേക്കാൾ താഴെയാണ് എം സി. അപ്പോൾ എ ബി സി കുറയുന്നത് എപ്പോഴാണ്? വെൻ എം സി ഈസ് ലെസ് ദാൻ എ ബി സി ആണ്. എം സി എ ബി സിയേക്കാൾ താഴെയാണെങ്കിൽ എ ബി സി കുറയും. ഇനി ഈ പോയിന്റ് നോക്കൂ. ഇവിടെ മിനിമം പോയിന്റാണ്. അവിടെ എ ബി സിയും എം സിയും കട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ അർത്ഥം എന്താ? അവിടെ തുല്യമാണ്. അപ്പോൾ എ ബി സി മിനിമം ആകുന്ന എപ്പോഴാണ്? വെൻ എം സി ഈസ് ഈക്വൽ ടു എ ബി സി. എ ബി സിയും എം സിയും തുല്യമാകുമ്പോൾ അവിടെ എ ബി സി മിനിമത്തിലെത്തും, കോൺസ്റ്റന്റ് ആകും. ഈ പോയിന്റിൽ എം സി ഈസ് ഈക്വൽ ടു എ ബി സി. ക്യൂ സീറോ റൈറ്റ് പാർട്ട് നോക്കൂ. ഈ ഔട്ട്പുട്ടിന് വലതുവശത്തേക്ക് പോകുമ്പോൾ എം സി എ ബി സിയേക്കാൾ കൂടുകയാണ്. അപ്പോൾ എം സി എ ബി സിയേക്കാൾ കൂടുകയാണെങ്കിൽ എ ബി സി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അപ്പോൾ എ ബി സി റൈസസ് വെൻ എം സി ഈസ് ഗ്രേറ്റർ ദാൻ എ ബി സി. ഇതാണ് എ ബി സി എം സി റിലേഷൻഷിപ്പിൽ പറയുന്നത്. ഈ സമാനമായ റിലേഷൻഷിപ്പ് നമുക്ക് വേറൊരു സിംബോളിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എ ബി സി കൂടുന്നു, കോൺസ്റ്റൻ്റ് ആകുന്നു, കുറയുന്നു. ഈ ആരോ മാർക്ക് കാണിക്കുന്ന എ ബി സിയുടെ ഡയറക്ഷനാണ്. എ ബി സി കൂടുന്നു. ഇവിടെ എം സി എന്ന് എഴുതിയതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വെൻ എം സി ഈസ് എബവ് എ സി, എം സി ഈസ് ഗ്രേറ്റർ എ ബി സി ആണെങ്കിൽ എ ബി സി കൂടും. ഇവിടെ കണ്ട പോലെ എം സി ഗ്രേറ്റർ ദാൻ എ ബി സി ആണെങ്കിൽ എ ബി സി കൂടും. എ ബി സിയും എം സിയും തുല്യമാണെങ്കിൽ എ ബി സി കോൺസ്റ്റൻ്റ് ആകുന്നു, അല്ലെങ്കിൽ മിനിമത്തിലെത്തുന്നു. എം സി എ ബി സിയേക്കാൾ താഴെയാണെങ്കിൽ, എം സി എ ബി സിയേക്കാൾ താഴെയാണെങ്കിൽ എ ബി സി കുറയുകയാണ്, എ ബി സി ഫോൾ ചെയ്യുന്നു. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇതേപോലെ തന്നെ അടുത്തായി പഠിക്കേണ്ടതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സി ആൻഡ് എം സി. എന്താണ് എ സി എം സി റിലേഷൻഷിപ്പ്? ഈ പറഞ്ഞ പോലെ തന്നെയുള്ളൂ, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അത് ഇതുപോലെ മനസ്സിലാക്കിയാൽ മതി. മുമ്പ് പറഞ്ഞ പോലെ തന്നെയുള്ള റിലേഷൻഷിപ്പാണ്. എന്താണ്? എം സി എ സിയേക്കാൾ താഴെയാണെങ്കിൽ, കുറവാണെങ്കിൽ എ സി കുറയുന്നു. നോക്കൂ, ഇവിടെ എം സി
എ സിയേക്കാൾ കുറവാണ്. ഇനിയും ഒരു പ്രത്യേക ഔട്ട്പുട്ടിൽ എ സിയും എം സിയും തുല്യമാകും. ഇവിടെ എ സി ഈസ് ഈക്വൽ ടു എം സി ആണ്. അപ്പോൾ എ സിയും എം സിയും തുല്യമായാൽ എസ് എ സി എന്ത് ചെയ്യുന്നു? കോൺസ്റ്റൻ്റ് ആകുന്നു, മിനിമത്തിലെത്തുന്നു. വീണ്ടും ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ എം സി ഗ്രേറ്റർ ദാൻ എ സി ആകും. എം സി ഗ്രേറ്റർ ദാൻ എ സി ആകുന്നു. അപ്പോൾ എ സി എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. എം സി എ സിയേക്കാൾ കൂടി നിൽക്കുമ്പോൾ എ സി റൈസ് ചെയ്യും. പിന്നെ അഡീഷണലായിട്ട് പഠിച്ചു വെക്കേണ്ട പോയിന്റ്, എ സിയും എം സിയും യു ഷേപ്പ് കർവാണ്. എം സി കർവ് എ സിയുടെ മിനിമം പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. സമാനമായ കേസ് എ ബി സിയിലും പഠിക്കണം. എ ബി സിയും എം സിയും യു ഷേപ്പ് കർവാണ്. ഇനിഷ്യലി ഫോൾ റീച്ചസ് ദ മിനിമം ആൻഡ് ദെൻ റൈസസ് ആണ് രണ്ട് കർവുകളും. പക്ഷേ എം സി എ ബി സിയുടെ മിനിമം പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോവുകയും ചെയ്യും. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബി സി ആൻഡ് എസ് എം സി, എസ് എ സി ആൻഡ് എസ് എം സി, അല്ലെങ്കിൽ എ സി ആൻഡ് എം സി. ഷോർട്ട് റൺ കോസ്റ്റിൽ വിവിധ ടൈപ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ച് പഠിച്ചു. 7 കോസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നീട് ടി എഫ് സി കർവിൽ നിന്നും ടി ബി സി കർവിൽ നിന്നും നമുക്ക് എങ്ങനെ എ എഫ് സി എ ബി സി ലൊക്കേറ്റ് ചെയ്യാം എന്ന കാര്യം പഠിച്ചു. അതിനുശേഷം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സി, എ ബി സി ആൻഡ് എം സി, 3 കർവുകൾ ഒരു ഗ്രാഫിൽ വന്നാൽ എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു തന്നു. പിന്നീട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബി സി ആൻഡ് എം സിയും എ സി ആൻഡ് എം സിയും, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലോങ് റൺ കോസ്റ്റുകളാണ്. 2 തരം കോസ്റ്റ് ആണല്ലോ ആദ്യം പറഞ്ഞത്, ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും. ലോങ് റണ്ണിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ ആണ്. ദർ ഇസ് നോ ഫിക്സഡ് ഫാക്ടർ. സോ ഓൾ കോസ്റ്റ്സ് ആർ വേരിയബിൾ, ദർ ഇസ് നോ ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ പഠിച്ച ടി സി എന്ന് പറയുന്നത് ടി എഫ് സി പ്ലസ് ടി വി സി ആണ്. ലോങ് റൺ ആകുമ്പോൾ ഫിക്സഡ് ഫാക്ടേഴ്സ് ഇല്ല. സോ ദർ ഇസ് നോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ദെൻ ടി സി വിൽ കോയിൻസൈഡ് വിത്ത് ടി ബി സി. അതുകൊണ്ട് പ്രത്യേകിച്ച് ടി വി സി എന്ന് പറയേണ്ട ആവശ്യമില്ല. ടി സി എന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും. അതാണ് ടോട്ടൽ കോസ്റ്റ്. എല്ലാ കോസ്റ്റുകളും വേരിയബിൾ ആണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടി സിയുടെ ശരാശരി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കിട്ടും. പിന്നീട് ലോങ് റൺ മാർജിനൽ കോസ്റ്റും. നമ്മൾ ഷോർട്ട് റണ്ണിൽ 7 ടൈപ്പ് ഓഫ് കോസ്റ്റ് പഠിച്ചെങ്കിലും ലോങ് റണ്ണിൽ ദർ ഇസ് ഓൺലി ടി സി. അപ്പോൾ അതിൻ്റെ ശരാശരി എടുക്കുമ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റും, നെറ്റ് അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ മാത്രമേ ലോങ് റണ്ണിലുള്ളൂ. ഏതൊക്കെയാണ്? ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. എന്താണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്? ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ആണ്. റേഷ്യോ ഓഫ് ടോട്ടൽ കോസ്റ്റ് ടു ഔട്ട്പുട്ട്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ഓൾസോ യു ഷേപ്പ് കർവ്. ഷോർട്ട് റണ്ണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ത് ഷേപ്പ് ആയിരിക്കും? യു ഷേപ്പ് കർവാണ്. ഇതായിരിക്കും ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ലൈക്ക് എ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പരന്നതായിരിക്കും, ഫ്ലാറ്റർ ആയിരിക്കും. അതിൻ്റെ സെൻട്രൽ പോയിന്റ് കുറച്ചുകൂടെ ഫ്ലാറ്ററായിട്ടായിരിക്കും വരിക. ഈ യു ഷേപ്പിന് കാരണം ലോസ് ഓഫ് റിട്ടേൺസ് സ്കെയിലാണ്. എന്താണ് ലോസ് ഓഫ് റിട്ടേൺ സ്കെയിൽ? പ്രപ്പോർഷണറ്റ് ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ് ഇൻ എ ഫിക്സഡ് പ്രപ്പോർഷൻ കോസസ് എ പ്രപ്പോർഷണറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അത് 3 രീതിയിലാകാം. ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ആകാം, പ്രപ്പോർഷണേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് കോസസ് എ മോർ ദാൻ പ്രപ്പോർഷണേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആകാം, കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ആകാം, പ്രപ്പോർഷണേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്ട് കോസസ് ആൻഡ് ഈക്വൽ പ്രപ്പോർഷണേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആകാം, ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിലും ആകാം. അതെന്താണ്? പ്രപ്പോർഷണേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് കോസസ് എ ലെസ് ദാൻ പ്രപ്പോർഷണേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആണ്. എന്താണ് ഇൻക്രീസ് ഇൻ റിട്ടേൺ സ്കെയിലിൻ്റെ പ്രാധാന്യം? ഇപ്പം നമുക്ക് ഔട്ട്പുട്ടിൻ്റെ അളവ് ഇരട്ടിയാക്കണം, ഡബിൾ ആക്കണമെങ്കിൽ അത്രയും അളവിൽ ഇൻപുട്ട് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. 100% ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇൻപുട്ട് 100% വർദ്ധിപ്പിക്കേണ്ട, 100-നേക്കാൾ കുറഞ്ഞ അളവ് വർദ്ധിപ്പിച്ചാൽ മതിയെന്നാണ് ഇൻക്രീസ് ഇൻ റിട്ടേൺസ് സ്കെയിലിൻ്റെ അർത്ഥം. എല്ലാ ഇൻപുട്ടും കുറച്ചളവ് മതിയെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ ദ പ്രൊഡ്യൂസർ ഈസ് ഓൾസോ ലെസ്. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ LRAC ഷോസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഈ കുറഞ്ഞു വരുന്ന ഭാഗം ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലായിരിക്കും. അതിനുശേഷം കോൺസ്റ്റൻ്റ് റിട്ടേൺസ് സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യും. അതായത് 100% ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 100% തന്നെ ഇൻപുട്ടിലും എല്ലാ ഇൻപുട്ടിലും വർധനവ് ആവശ്യമായിട്ട് വരും. അങ്ങനെ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ആയിരിക്കും ആ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് മിനിമം പോയിന്റ് ഓഫ് ദ LRAC ഷോസ്
കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ഭാഗം കാണിക്കുന്നത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. അങ്ങനെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് കുറഞ്ഞ് മിനിമത്തിലെത്തുന്നു. മിനിമത്തിലെത്തുമ്പോൾ അവിടെ എന്തിൻ്റെ ഓപ്പറേഷൻ ഉണ്ടാകും? കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനിയും റൈസിംഗ് പാർട്ട് ഓഫ് LRAC ഈസ് ഡ്യൂ ടു ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്തുകൊണ്ടാണ്? എന്താണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ? ഇഫ് ദ പ്രപ്പോർഷണറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് കോസസ് എ ലെസ് ദാൻ പ്രപ്പോർഷണറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ 100% അതിൻ്റെ മറ്റൊരർത്ഥം 100% ഔട്ട്പുട്ട് നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ 100%ത്തേക്കാൾ കൂടിയ അളവിലുള്ള ഇൻപുട്ട് വർധനവ് ആവശ്യമാണ്. അപ്പോൾ ഉൽപ്പാദകന് വഹിക്കേണ്ടി വരുന്ന ചെലവ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് പെർ യൂണിറ്റ് കോസ്റ്റ് കൂടിയിരിക്കും. അതുകൊണ്ടാണ് LRAC കൂടുന്നത്. സോ ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് യു ഷേപ്പ് കർവ്. ഇറ്റ് കറസ്പോണ്ട്സ് ടു ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഫോളിംഗ് പാർട്ട് ഷോസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. മിനിമം പോയിന്റ് ഷോസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. റൈസിംഗ് പാർട്ട് ഷോസ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത്രയുമാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാമല്ലോ. ലോങ് റൺ മാർജിനൽ കോസ്റ്റിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ദ നെറ്റ് അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അധികത്തിൽ ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മൊത്തം ചെലവിലുണ്ടാകുന്ന വർധനവാണ് സീമന്ത ചെലവ്. ദീർഘകാല സീമന്ത ചെലവും അത് തന്നെയാണ്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ആണ്. റേഷ്യോ ഓഫ് ടോട്ടൽ കോസ്റ്റ് ടു ഔട്ട്പുട്ട് ആണ്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ LRMC is equal to TCQ minus TCQ-1. ഈ ഇക്വേഷനാണ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ഇതൊക്കെ പുതുതായിട്ട് പഠിക്കുന്നതല്ല, നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് വരയ്ക്കുമ്പോഴും y ആക്സിൽ LRMC എടുക്കുന്നു. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് വരയ്ക്കുമ്പോഴും അതും ഇതേപോലെ ഒരു യു ഷേപ്പ് കർവാണ്. LRMC falls, reaches the minimum and then rises. So it is LRMC is flatter than the short run marginal cost curve. ഇത്രയുമാണ് LRMCയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായിട്ട് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ LRAC ആൻഡ് LRMC. ദീർഘകാല ശരാശരി ചെലവും ദീർഘകാല സീമാന്ത ചെലവും തമ്മിലുള്ള ബന്ധമാണ്. അത് നേരത്തെ പഠിച്ച റിലേഷൻഷിപ്പ് തന്നെയാണ്. നമ്മൾ ഷോർട്ട് റൺ AC ആൻഡ് ഷോർട്ട് റൺ MCയിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ്. എക്സ് ആക്സിസിൽ LRAC എടുക്കുന്നു, ഇവിടെ LRMC എടുക്കുന്നു. ഇതാണ് LRAC, ഇത് LRMC ആണ്. Q0 ഔട്ട്പുട്ടിൽ ഇവിടെ LRAC is equal to LRMC ആയിരിക്കും. ഇടതുവശത്തേക്ക് പോകുമ്പോൾ LRAC കുറയുന്നു, വലതുവശത്തേക്ക് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ LRAC കൂടുന്നു. LRAC കുറയുമ്പോൾ LRMC ലെസ് ദാൻ LRAC ആയിരിക്കും. LRMC LRACകൾ താഴെയാണെങ്കിൽ LRAC കുറഞ്ഞിരിക്കും. LRACയും LRMCയും തുല്യമാണെങ്കിൽ LRAC മിനിമത്തിലെത്തിയിരിക്കും. വീണ്ടും LRMC ഗ്രേറ്റർ ദാൻ LRAC ആണെങ്കിൽ LRAC കൂടുന്നു. ഇത് നമ്മൾ SMC SSCയിൽ പഠിപ്പിച്ച പോലെ തന്നെയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. ഒരു കോസ്റ്റ് ഷെഡ്യൂൾ, ഷോർട്ട് റണ്ണിലെ കോസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ അറിയണം. ഓരോ കർവിൻ്റെയും ഷേപ്പുകൾ, ഇക്വേഷൻസ്, ഡെഫിനിഷൻസ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമുള്ള ഭാഗമാണ്. ഇത്രയുമാണ് ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റുമായിട്ടുള്ള ടോപ്പിക്ക്. ഈ 3 ക്ലാസ്സുകൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് മൊത്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ കോൺസെപ്റ്റുകളും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. നന്ദി, നമസ്കാരം.